വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ജാനിഷ ഫാത്തിമ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്കുള്ള ഒരു വിസിറ്റ് ചെയ്ത വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ മലപ്പുറത്ത് വെല്ലിമ്മ ഉമ്മുമ്മ എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ മുത്തശ്ശി, എൻ്റെ വെല്ലിമ്മാൻ്റെ മമ്മ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയിരുന്നത്. അപ്പോൾ ഈ പട്ടാമ്പിയാണ് കേട്ടോ എൻ്റെ വെല്ലിമ്മാൻ്റെ വീട്. ഒരിക്കലാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോകാറുള്ളത്. എല്ലാ പ്രാവശ്യവും പപ്പ വരുമ്പോഴേ പോകാറുള്ളൂ. ഈവനിങ് ആണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവർ വയ്യാതിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചൊക്കെ വയസ്സായി, ഏകദേശം 100 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊക്കെ കോളേജിൽ പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. എൻ്റെ വെല്ലിമ്മാൻ്റെ ഉമ്മ എപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോഴൊക്കെ എല്ലാവർക്കും അത്ഭുതമാണ്. കാരണം അവരൊക്കെ ചിലർ വെല്ലിമാരനും മരിച്ചു പോയിക്കണു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. കാരണം എൻ്റെ വെല്ലിമ്മാൻ്റെ ഉമ്മ എപ്പോഴും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ മാഷാ അല്ലാഹ് അതിന് ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ വെല്ലിമ്മാൻ്റെ വീട്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ട് മാത്രമേ കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്നർ ഭാഗമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഉള്ളിൽ നല്ല ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ കുറേ പേഴ്സൺസ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വെറും ഫ്രണ്ട് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ വീടിൻ്റെ. ഒരു അടിപൊളി വീട് കേട്ടോ എൻ്റെ വെല്ലിമ്മാൻ്റെ. അപ്പോൾ അവിടെ കുറേ പേഴ്സൺസ് ഉണ്ടായതുകൊണ്ട് ഉള്ളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. സ്റ്റെയർ കേസൊക്കെ ഗ്ലാസിൻ്റെ ആണ്, പക്ഷേ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളവിടെ കുറേ നിന്നൊന്നുമില്ല കേട്ടോ. അവിടുന്ന് ചായയും പഴംപൊരിയും ബേക്കറിയൊക്കെ കുഴിച്ച് പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഫീൽഡുകളാണ് കേട്ടോ. അവിടെ ഓരോരുത്തർ വിത്തെറിയണമൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വിത്തെറിയുന്നതൊക്കെ കാണുന്നത്. വയലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ വിത്തെറിയുന്നതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതേപോലെ സൈക്കിളിൽ പോണത്, ഒരാൾ സൈക്കിളിൽ പോകണം. അവിടെ വയസ്സായവരൊക്കെ കൂടുതൽ സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊന്നും ഞങ്ങൾ മലപ്പുറത്ത് അങ്ങനെ കണ്ടിട്ടില്ല. ഇയാളാണ് കേട്ടോ വിത്തെറിയണത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ഗൈസ്.